കേട്ടത് അധികാരമെന്ന വിഭ്രാന്തി പോയതിനു ശേഷം നിലതെറ്റിയ മുൻ മുഖ്യമന്ത്രിയാണ്. ഭരണം പോയി, പാർട്ടിയിലെ വിശ്വസ്തർ പോയി, പാർട്ടി ഓഫീസ് പോലും സ്വന്തം വീട്ടിലേക്ക് ചുരുക്കേണ്ടി വന്നു. അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട CPM ഭരണത്തെ അവസാനിപ്പിച്ച മമതാ യുഗവും കത്തിയമരുകയാണ്. പശ്ചിമബംഗാളിൽ CPM അപ്രതീക്ഷിതമായപ്പോൾ പ്രത്യക്ഷമായത് BJP ആയിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ BJPയുടെ വളർച്ചയ്ക്ക് വളവും വെള്ളവും നൽകിയത് അവിടുത്തെ CPM ആണെന്നും പറയാം. പ്രതിപക്ഷ ശബ്ദങ്ങളെ ഒന്നൊന്നായി നിശബ്ദമാക്കാൻ കേന്ദ്ര ഭരണകൂടം നടത്തുന്ന ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ നാടകത്തിന് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെയും കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ BJP സർക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. മമതയുടെ വീടിന് ചുറ്റും കേന്ദ്ര സേനയെ വിന്യസിപ്പിച്ചും പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചും അവരെ ജയിലിൽ അടയ്ക്കാൻ വരെ നീക്കങ്ങൾ നടക്കുന്നു. ഇത് കേവലം ഒരു അഴിമതി വിരുദ്ധ അന്വേഷണമല്ല, മറിച്ച് മമതാ ബാനർജി എന്ന നേതാവിനെ രാഷ്ട്രീയമായി പൂട്ടിക്കെട്ടാൻ കേന്ദ്രം മനഃപൂർവ്വം നടത്തുന്ന അധികാര ദുർവിനിയോഗമാണ്. കെയർവെൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് എന്ന പേരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ HDFC ബാങ്കിലുള്ള 440 കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും കൃത്യമായ കണക്കുകൾ ബോധിപ്പിച്ച തികച്ചും സുതാര്യമായ പാർട്ടി ഫണ്ടുകൾക്ക് നേരെയാണ് EDയുടെ ഈ അന്യായ നടപടിയെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഏവിയേഷൻ കമ്പനിയുടെ മറവിൽ പണം വകമാറ്റിയെന്ന് ആരോപിച്ച പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും തളർത്തുവാനായിരുന്നു കേന്ദ്ര ഏജൻസി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് BJPയുടെ യഥാർത്ഥ രാഷ്ട്രീയ അജണ്ട പുറത്തേക്ക് വരുന്നത്. മമതയെ രാഷ്ട്രീയമായി നേരിടാൻ വലിപ്പമില്ലാത്ത BJP പാർട്ടിയിലെ ചില വിമതരെ വിലക്കെടുത്തും ഭീഷണിപ്പെടുത്തിയും കൂടെ നിർത്തിയുമാണ് ഈ നാടകം കളിക്കുന്നത്. വിമത നേതാക്കൾ നൽകിയ പരാതിയുടെ മറവിൽ ED തുള്ളൽ തുടങ്ങുമ്പോൾ ഇതിന് പിന്നിലെ തിരക്കഥ ഡൽഹിയിലാണ് എഴുതപ്പെട്ടത് എന്ന് വ്യക്തമാവുകയാണ്. അധികാരം ഉപയോഗിച്ച TMC നേതാക്കളെ പേടിപ്പിക്കാനും പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കാനും മമതയുടെ വീട് വരെ കേന്ദ്ര സേനയെ കൊണ്ട് വളയുവാനും മടിക്കാത്ത തരത്തിൽ ഫാസിസം അതിന്റെ എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുന്നു. പാർട്ടിയുടെ ഫണ്ടുകളെല്ലാം പൂർണ്ണമായിട്ടും നിയമപരമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ലഭിച്ച എല്ലാ സംഭാവനകളുടെയും വിവരങ്ങൾ കൃത്യമായി സമർപ്പിച്ചിട്ടുള്ളതാണ് എന്നാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. എന്നിട്ടും രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ BJP സർക്കാർ നിരന്തരം ദുരുപയോഗം ചെയ്യുകയാണെന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് മമതയ്ക്ക് നേരെയുള്ള ഈ ആക്രമണം. തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ മമതായുഗം അവസാനിച്ചു എന്നതിന്റെ പൂർണ്ണത വരുത്താൻ വേണ്ടിയിട്ടാണ് BJPയുടെ ഈ തത്രപ്പാടുകളെല്ലാം നടക്കുന്നത്. കേന്ദ്രസേനയെ കാട്ടിയും ജയിൽ ഭീഷണി ഉയർത്തിയും മമതാ ബാനർജിയെ ഭയപ്പെടുത്താമെന്നാണ് ഇപ്പോൾ BJPയുടെ വിചാരം. തെരുവിലേക്കിറങ്ങി പോരാടി വളർന്ന ഒരു ജനകീയ നേതാവിനെ ഇത്തരം രാഷ്ട്രീയ പ്രതികാര നടപടികൾ കൊണ്ട് തളർത്താനാകില്ല എന്ന് BJP പഠിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഈ കേന്ദ്ര വേട്ടയാടലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. അധികാരത്തിന്റെ ബലത്തിൽ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് കാലം ശക്തമായ മറുപടി തന്നെ ഒരു നാൾ നൽകും.